നമസ്കാരം. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേജ് 12 പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ നിലവിലെ പ്രൊമോഷൻ രീതികൾ ഏറെക്കുറെ പൂർണ്ണമായും സേവന കാലാവധിയെ ആശ്രയിച്ചാണ് നടപ്പിലാക്കുന്നത്. സർക്കാർ ഓഫീസുകളിലെ നിയമനങ്ങളാകട്ടെ കാര്യക്ഷമതയ്ക്കല്ല പ്രാധാന്യം നൽകുന്നതെന്നും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കോട്ടപ്രകാരവുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാര്യക്ഷമതയുള്ള ജീവനക്കാർ സർക്കാർ സംവിധാനത്തിലുള്ള ഓഫീസുകൾ നിയന്ത്രിക്കുകയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള സേവനം ലഭ്യമാകാതെ വരികയും ചെയ്യുന്നു. പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് സേവന കാലാവധിയല്ല, കാര്യക്ഷമതയാണ് പ്രൊമോഷന് മാനദണ്ഡമാക്കേണ്ടത് എന്നതാണ്. വിവിധ തരം മാനദണ്ഡങ്ങളിലൂടെ കാര്യക്ഷമത പരിശോധിച്ച് കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് പ്രകാരം പ്രൊമോഷൻ കൊടുക്കുക എന്നാണ് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്. സിവിൽ സർവീസ് പോലുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ളവർ ഓഫീസ് മേധാവികളായി വരികയും അതത് കാലയളവിൽ ആവശ്യമായി വരുന്ന ജീവനക്കാരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുകയോ ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ശരിയായ സേവന ലഭ്യത ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്നു. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 12 പേജാണ് പരിചയപ്പെടുത്തത്. ഫോളോ ചെയ്യാത്തവർ ഇനിയും ഫോളോ ചെയ്യുക. നന്ദി.